ഗൈസ്, ദുരന്തർ വേഴ്സസ് അനിമൽ ഒരു തുലിഞ്ഞ കമ്പാരിസണാണ് എനിക്കറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം ഇങ്ങനെ പതിയെ പതിയെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു, ട്രോളുകൾ ഉണ്ടാക്കുന്നു, കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നു. ഈ മെഴുകുന്നവരാരും രൺവീർ സിംഗിൻ്റെയോ രൺവീർ കപൂറിൻ്റെയോ ഫാൻസ് അല്ല. കാര്യം ഇവന്മാരുടെ ഡൈഹാർഡ് ഫാൻസിനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. എൻ്റെ പരിചയത്തിൽ ആരുമില്ല. ഇത് രണ്ട് സിനിമകളെ അമിതമായി സ്നേഹിക്കുന്ന ഫാൻസ്, സിനിമകളുടെ ഫാൻസ്, അവർ തമ്മിൽ നടത്തുന്ന ഒരു ഫാൻ വാറാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഇതിൽ അനിമലാണ് പീക്ക് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു, ദുരന്തറാണ് പീക്ക് എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. കറക്റ്റ് അഭിപ്രായം ഞാൻ പറയാം, അല്ല നമുക്ക് പറയാം. ടെക്നിക്കൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലും ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിലും ആക്ടിങ് അടിസ്ഥാനത്തിലും സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, കഥ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാലോ. അപ്പോൾ പോവാല്ലേ. ഹലോ സിനിഫാൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഇതിൽ ആദ്യം റിലീസായത് അനിമൽ ആയതുകൊണ്ട് നമുക്ക് അനിമൽ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം, ആക്ടിങ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, രൺബീർ കപൂറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അങ്ങേരുടെ ആക്ടിങ് ജീവിതത്തിലെ, സിനിമാ ജീവിതത്തിലെ ഒരുപാട് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ജു ആയിക്കോട്ടെ, ബ്രഹ്മാസ്ത്ര ആയിക്കോട്ടെ, ഏ ദിൽ ഹെ മുഷ്കിൽ ആയിക്കോട്ടെ, ഏ ജവാനി ഹായ് ദിവാനി ആയിക്കോട്ടെ, റോക്ക് സ്റ്റാർ ആയിക്കോട്ടെ, ബർഫി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പെർഫോമൻസുകൾ, ഒരുപാട് ആക്ടിങ് ഡയമെൻഷൻസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങേരുടെ ഒരു ആക്ഷൻ അവതാറിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു ആക്ഷൻ അവതാറായിട്ട് പുള്ളി വന്ന പടമാണ് അനിമൽ. അത് പീക്കായിരുന്നു, ആക്ടിങ് വൈസ് പീക്കായിരുന്നു. മറ്റൊരുപാട് ആളുകളുടെ പെർഫോമൻസ് അതിനകത്തുണ്ടെങ്കിലും രൺബീർ കപൂറാണ് ആ പടം കൊണ്ടുപോകുന്നത്. ഒരു രൺബീർ കപൂർ ഷോയാണ് അനിമൽ. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാര്യം ഈ അനിമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പല രീതിയിലുള്ള മിക്സഡ് അഭിപ്രായങ്ങൾ വന്നെങ്കിലും എല്ലാവരും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു, രൺബീറിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. സോ പെർഫോമൻസ് വൈസ് അനിമൽ പറഞ്ഞു, നമുക്ക് ദുരന്തർ പറയാം. ദുരന്തറിലേക്ക് ഇനി വരികയാണെങ്കിൽ ദുരന്തറിനകത്ത് ലീഡ് ആരാണ്? രൺവീർ സിംഗ് ആണ്. രൺവീർ സിംഗും നിസാരക്കാരനല്ല. പുള്ളി പുലിയാണെന്നും തീയാണെന്നും പുള്ളി പണ്ടേ തെളിയിച്ചിട്ടുള്ള ആളാണ്. പുള്ളിയുടെ പടങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പറയാം. 83 ആയിക്കോട്ടെ, നമ്മുടെ ഗള്ളി ബോയ് ആയിക്കോട്ടെ, ബജറാവ് മസ്താനി ആയിക്കോട്ടെ, രാംലീല ആയിക്കോട്ടെ, പത്മാവതി ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ നമ്മൾ കണ്ടത് പല രീതിയിലുള്ള, പല തരത്തിലുള്ള, പല ഡയമെൻഷനിലുള്ള പെർഫോമൻസുകളാണ്. ദുരന്തറിലേക്ക് വരാൻ നേരത്ത് നമ്മൾ കണ്ട രൺവീർ സിംഗിനെയൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷേ വളരെ സട്ടിലായിട്ടുള്ള, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ദുരന്തറിലുണ്ട്. അത് രൺവീർ സിംഗിന് മാത്രമല്ല ഉള്ളത്. അതിനകത്തെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അക്ഷയ് ഖന്നയ്ക്കും സഞ്ജയ് ദത്തിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ദുരന്തർ. അതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ, കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രൺവീർ സിംഗിൻ്റെ ചുമരിലല്ല ആക്ടിങ് വൈസ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ മൊത്തത്തിൽ പോകുന്നത്. പക്ഷേ അനിമലിലേക്ക് വരുമ്പോൾ അത് രൺബീർ കപൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ചുമരിൽ മാത്രം നിന്നുകൊണ്ട് പോകുന്ന ഒരു പടമാണ്. സോ ആക്ടിങ് വൈസ് അനിമൽ കുറച്ച് ടോപ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അത് ആ ഒരു മനുഷ്യൻ്റെ പേരിൽ ഞാൻ വയ്ക്കുന്നതാണ്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ദുരന്തർ തന്നെ വയ്ക്കേണ്ടി വരും. ആ ഒരു മനുഷ്യൻ്റെ പേരിൽ അനിമൽ ഞാൻ വയ്ക്കുന്നു. അതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ലതും കൊണ്ട് കമൻറ്റ് ബോക്സിൽ വച്ചോ. ഈ രണ്ട് സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് സിനിമകളുടെ ഡ്യൂറേഷൻ. അനിമൽ എന്ന് പറയുന്നത് 3 മണിക്കൂർ 21 മിനിറ്റും ദുരന്തർ എന്ന് പറയുന്നത് 3 മണിക്കൂർ 31 മിനിറ്റും ഉണ്ട്. ഇത് രണ്ടും ഹെവി ദൈർഘ്യമുള്ള സിനിമകളാണ്. അപ്പോൾ ആ ലെവൽ നോക്കുമ്പോൾ രണ്ട് സിനിമകളും നമ്മളെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇതിൽ ദുരന്തറിന് പീക്ക് റിവ്യൂയും അനിമലിന് ഒരു മിക്സഡ് അല്ലെങ്കിൽ എബോ ആവറേജ് അല്ലെങ്കിൽ പലയിടങ്ങളിൽ ബ്ലോക്ക് ബസ്റ്റർ, അങ്ങനെ പല ഇടങ്ങളിലും പല രീതിയിലുള്ള റിവ്യൂ ആണ് അനിമലിന് റിലീസ് ടൈമിൽ വന്നേക്കുന്നത്. ആ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ടെക്നിക്കൽ ക്വാളിറ്റിയിലേക്ക് വരാം. ഈ ടെക്നിക്കൽ ക്വാളിറ്റീനെ കുറിച്ച് നമ്മൾ ഈ ടെക്നിക്കാലിറ്റി ഒന്നും അറിയാൻ പാടില്ലാത്തവർ പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് സിനിമകളും നല്ല പീക്കായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ദുരന്തറിൽ ടെക്നിക്കൽ ക്വാളിറ്റി എടുത്ത് പറയണം. കാര്യം ഒരുപാട് സീൻസ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഫയറിംഗ് ഷോട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കയ്യൊക്കെ അടിച്ച് തെറിച്ച് പോകുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാൻ നേരത്ത് വൺ ഒറിജിനാലിറ്റിയാണ്. വൺ ഒറിജിനാലിറ്റി എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞു പോകും. അത് തീവ്ര ഒറിജിനാലിറ്റിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇനി അനിമലിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സീൻസൊക്കെ കുറവാണ്. വയലൻസിന് വൻ പ്രാധാന്യമുണ്ട്. ആ വയലൻസ് നല്ല രീതിയിൽ കാണിക്കണമെങ്കിൽ ടെക്നിക്കൽ സൈഡ് സൂപ്പറായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ സൂപ്പറാണ് അനിമലിലും. അത് കണ്ട വെച്ച് നമുക്ക് തോന്നുന്നത് രണ്ട് സിനിമയും പീക്കാണ്. ദുരന്തർ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമായ പടം ദുരന്തർ ആയതുകൊണ്ട് അത് കുറച്ചുകൂടി പീക്ക് നിർത്താൻ പറ്റും. ഇനി നമുക്ക് ബോക്സ് ഓഫീസിലേക്ക് വരാം. ബോക്സ് ഓഫീസിലേക്ക് വരാൻ നേരത്ത് ഈ രണ്ട് സിനിമകൾ തമ്മിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ദുരന്തറിനെ സംബന്ധിച്ച് UAE GCC റിലീസ്, ഗൾഫ് കൺട്രീസ് റിലീസ് നടന്നിട്ടില്ല. ബാൻഡായിരുന്നു ആ സിനിമ. ഗൾഫ് കൺട്രീസ് നമുക്കറിയാമല്ലോ, ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഓവർസീസ് മാർക്കറ്റാണ് ഗൾഫ് കൺട്രീസ്. അവിടെ ഒരു ഇന്ത്യൻ സിനിമ, അതും പീക്ക് റിവ്യൂ ഇവിടെ കിട്ടുന്ന ഒരു ഇന്ത്യൻ പടത്തിന് അവിടെ റിലീസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നല്ല രീതിയിലും ബാധിക്കും. പക്ഷേ എങ്കിലും ദുരന്തറിനെ സംബന്ധിച്ച് അത് ദുരന്തർ ഒരു പരിധിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ലെവലിൽ ഓവർകം ചെയ്താണ് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തേക്കുന്നത്. ഇനി ആ ഫിഗേഴ്സ് നമുക്കൊന്ന് നോക്കാം.
ദുരന്തർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം 1000 കോടി ഗ്രോസ് നേടിയ ഒരു പടമാണ്. ആദ്യമായിട്ടാണ് ഒരു ബോളിവുഡ് സിനിമ 1000 കോടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത്. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ പുഷ്പ 2, ബാഹുബലി 2 ഒക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. പക്ഷേ ബോളിവുഡിനെ വെച്ച് ഹ്യൂജ് അച്ചീവ്മെൻ്റ് ആണ് നേടിയെടുത്തത്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 300 കോടിയും, അങ്ങനെ ടോട്ടൽ 1300 കോടിയാണ് ദുരന്തറിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി ഗൾഫ് മാർക്കറ്റിലും കൂടി റിലീസ് നടന്നിരുന്നെങ്കിൽ അതും കൂടി പറയണം, 100 കോടി ആ മാർക്കറ്റിൽ നിന്ന് പുഷ്പം പോലെ അടിച്ചേനെ, ഒരു സംശയമില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 1400 കോടി. ഇനി ഇറങ്ങാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് അതിനും അവിടെ ബാൻ കിട്ടും. അതുകൊണ്ട് അവിടുത്തെ കളക്ഷൻ നമുക്ക് അതിനും നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഇനി ദുരന്തറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനിമലിനും സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ, അപ്പോൾ അതും പീക്കായിരിക്കും. ഇനി അനിമലിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 660 കോടിയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 255 കോടിയും, അങ്ങനെ 915 കോടിയാണ് അനിമലിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നേക്കുന്നത്. അനിമലിന് ഗൾഫ് റിലീസും കൂടി കിട്ടിയതിന് ശേഷമാണെന്ന് ഓർക്കണം 50 കോടിക്ക് അടുത്താണ് അവിടെ നിന്ന് വാരിയത് UAE GCC. അപ്പോൾ ഞാൻ പറഞ്ഞ ദുരന്തർ അവിടെ റിലീസ് കിട്ടിയിരുന്നെങ്കിൽ 100 കോടി പുഷ്പം പോലെ തൂക്കിയേനെ, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം അനിമലിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. രണ്ടും വരട്ടെ വീണ്ടും. അപ്പോഴും ഈ ഫാൻ ഫൈറ്റ് അല്ലെങ്കിൽ ഫാൻ വാർ തുടർന്നുകൊണ്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ രണ്ടുപേരും കിടിലൻ പെർഫോമേഴ്സാണ്. രണ്ട് പടങ്ങളും കിടിലൻ പെർഫോമൻസ് എല്ലാ അടിസ്ഥാനത്തിലും കാഴ്ചവെച്ച സിനിമകളാണ്. ഈ രണ്ട് സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ലോക മണ്ടത്തരവുമാണ്. ഞാനും അത് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടാൻ തോന്നി ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ളത്? കമൻറ്റ് ബോക്സിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. സോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോണം. ബൈ ബൈ. പിന്നെ കമൻറ്റ് ഉറപ്പായിട്ട് വിടണം. ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിലിടുക. അനിമലും ദുരന്തറും എല്ലാം നിങ്ങൾ കണ്ടുണ്ടാകും. OTTയിലും തിയേറ്ററിലും ഒക്കെ കിടിലൻ പെർഫോമൻസ് എല്ലാ അർത്ഥത്തിലും കാഴ്ചവെച്ച പടങ്ങളാണ്. രണ്ടും ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നടന്മാരാണ്. കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാർക്ക് ഡൈ ഹാർഡ് ഫാൻസ് ഒന്നും ഇല്ല എന്നുള്ളത് എൻ്റെ പരിചയത്തിലില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ഇടയിൽ കാണും, അതും ഇടുക. ബൈ ബൈ.